എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. 1, 2, 3 പ്രാവശ്യമായിട്ടാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. ഒന്നാമത്തെയും മൂന്നാമത്തെയും വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധി പങ്കെടുത്തില്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു വിജയകരമായിരുന്നില്ല. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ് ഗാന്ധി പങ്കെടുത്തത്. അവിടെ ബി ആർ അംബേദ്കറും മുഹമ്മദ് അലി ജിന്നയും മറ്റൊരുപാട് പ്രിൻസസും ഒരുപാട് റിലീജിയസ് ലീഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും മൈനോറിറ്റി റെപ്രസെൻറ്റേഷനെക്കുറിച്ചോ ഫ്യൂച്ചർ ഫെഡറൽ ഗവൺമെൻറ്റിനെക്കുറിച്ച് തീരുമാനമെടുക്കാതെ നിരാശനായിട്ടാണ് ഗാന്ധി തിരിച്ചു വന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ബി ആർ അംബേദ്കർ പറഞ്ഞത് തൻ്റെ വിഭാഗമായ SC/ST വിഭാഗത്തിന് ശക്തമായ റെപ്രസെൻറ്റേഷൻ നിയമസഭയിൽ കിട്ടുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചു. അത് തൻ്റെ സമുദായത്തിൽ അത്യന്താപേക്ഷമാണ്. കാരണം നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമാണ്. അവരുടെ ശബ്ദം നിയമസഭയിൽ മുഴങ്ങാൻ, അവർക്ക് മതിയായ റെപ്രസെൻറ്റേഷൻ കിട്ടാൻ അവർക്കൊരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണം. ഇറ്റ് വാസ് എ ടൂൾ ഫോർ ദെയർ ലിബറേഷൻ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ ഗാന്ധി പറഞ്ഞത് അത് ഹിന്ദു സമുദായത്തെ ഭിന്നിപ്പിക്കും, അതുകൊണ്ട് തന്നെ ആവശ്യമില്ലെന്നാണ്. പക്ഷേ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസെ മക്ഡൊണാൾഡ് ബി ആർ അംബേദ്കറുടെ ആവശ്യം ന്യായമാണെന്ന് ചിന്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. കമ്മ്യൂണൽ അവാർഡ് മീൻസ് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കമ്മ്യൂണിറ്റി. ഇത് നേരത്തെ സിഖുകാർക്കും മുസ്ലിങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ. പക്ഷേ ഗാന്ധി ഇത് കേട്ടപ്പോൾ അതീവ ദുഃഖിതനാവുകയും അദ്ദേഹം ജയിലിൽ മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് പൂന പാക്ട് പ്രകാരം അംബേദ്കറിന് തൻ്റെ തീരുമാനത്തിൽ നിന്നും അല്ലെങ്കിൽ ആവശ്യത്തിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വന്നു. അങ്ങനെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന ആവശ്യത്തിൽ നിന്നും അംബേദ്കർ പിന്നോട്ട് പോയി. ഇതിന് ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവം നമുക്കറിയാം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന 1950 അന്നത്തെ ഭരണഘടനയിൽ തന്നെ 16-ാം പാർട്ടിൽ പറയുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ റിലേറ്റഡ് ക്ലാസ്സസ് എന്ന ഭാഗത്ത് പറയുന്നത് SC/ST വിഭാഗത്തിന് ആവശ്യമായ സംവരണം ഭരണഘടനയിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്കറിയാം ലോക്സഭയിൽ 84 സീറ്റ് SC വിഭാഗത്തിനുണ്ട്, 47 സീറ്റ് ST വിഭാഗത്തിനുണ്ട്. 1950 മുതൽ 1960 വരെ ആയിരുന്നു ആദ്യകാലത്ത് 10 വർഷത്തേക്കാണ് റിസർവേഷൻ 334-ാം ആർട്ടിക്കിൾ പ്രകാരം. പക്ഷേ പിന്നീട് 10 വർഷം കൂടുന്തോറും ഇത് പുതുക്കി അമെൻമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ലാസ്റ്റ് 2019 104-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇവരുടെ റിസർവേഷൻ SC/ST വിഭാഗത്തിൻ്റെ റിസർവേഷൻ 2030 ജനുവരി 25 വരെ നീട്ടിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ വേറെ പ്രത്യേകത 104-ാം ഭരണഘടന വേറെ പ്രത്യേകതയാണ്. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ലോക്സഭയിലും നിയമസഭകളിലും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു, ഒരു റിസർവേഷൻ ഉണ്ടായിരുന്നു. അത് ഇല്ലാതാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ 104-ാം ഭരണഘടന ഭേദഗതിയുടെ പ്രത്യേകത. ഏതായാലും വട്ടമേശ സമ്മേളനങ്ങൾക്ക് ശേഷം പ്രധാനപ്പെട്ട സംഭവം 1934 സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടു. ആചാര്യ നരേന്ദ്രദേവിന് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. അതൊരു വൈറ്റ് പേപ്പർ പ്രഖ്യാപിച്ചു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. കാരണം ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ് തീരുമാനങ്ങളൊക്കെയാണ് എടുത്തുകൊണ്ട് ഒരു ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കുകയും ആ റിപ്പോർട്ടാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഒരു ബേസ് ആയി മാറുകയും ചെയ്തത്.